ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് നല്ല കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ആൽഫ. YRF സ്പൈ യൂണിവേഴ്സിലെ 7ാമത്തെ ചാപ്റ്റർ കൂടിയായ ഈ സിനിമ ആദിത്യ ചോപ്ര നിർമ്മിച്ച് ശിവ് റാവയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആലിയ ഭട്ട്, ഷർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ വിശദമായ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമ 2 ദിവസം കൊണ്ട് 33 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 2 ദിവസം കൊണ്ട് 2 കോടി 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 1 കോടി 12, ആന്ധ്രയിൽ 17 ലക്ഷം, തമിഴ്നാട്ടിൽ 45 ലക്ഷം എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 26 കോടി 5 ലക്ഷം രൂപയാണ്. വിദേശത്ത് 11 കോടി 71 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി 2 ദിവസം കൊണ്ട് 37 കോടി 76 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ബേബി ഡു ഡിയോ ഡു എന്ന ബോളിവുഡ് സിനിമയും ജൂലൈ 3 തിയേറ്ററിലെത്തിയിരുന്നു. നാജികേത് സാമന്ത് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹുമ ഖുറൈഷി, സിക്കന്ദർ ഖേർ, ചുങ്കി പാണ്ഡെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസായി 50,50,000 രൂപയും ഇന്നലെ വെള്ളിയാഴ്ച 88,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. 22 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് 1 കോടി 39 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമായിട്ടില്ല. ജൂലൈ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടുന്ന നല്ല കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചെല്ല അയ്യാവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി, കരുണാസ്, മുനീഷ് കാന്ത്, യോഗി ബാബു, രമ്യ കൃഷ്ണൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 32 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ 5 കോടി റേഞ്ചിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ 2 ദിവസം കൊണ്ട് 7 കോടി 60 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 69 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 3 ലക്ഷം, ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 3 ലക്ഷം എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 8 കോടി 67 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് 1 കോടി 96 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 10 കോടി 63 ലക്ഷം രൂപയാണ് ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് റാവു ബഹാദൂർ. വെങ്കടേഷ് മഹാ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സത്യദേവ്, വികാസ് മുപ്പാല, ബാല പരാശർ, ദീപ തോമസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 2 ദിവസം കൊണ്ട് തെലങ്കാനയിൽ 1 കോടി 80 ലക്ഷം രൂപയും ആന്ധ്രയിൽ 1 കോടി 19 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 34,50,000, തമിഴ്നാട്ടിൽ 4,50,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,50,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 3 കോടി 40 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 2 കോടി 65 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 6 കോടി 5 ലക്ഷം രൂപയാണ്. വിജയ് ആന്റണി നായകനെ ശശി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത നൂറുസ്വാമി എന്ന തമിഴ് സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 16 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 13 കോടി 11 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 48 ലക്ഷം, ആന്ധ്രയിൽ 1 കോടി 8 ലക്ഷം, തെലങ്കാനയിൽ 46 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 15 കോടി 23 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് 1 കോടി 22 ലക്ഷം ഉൾപ്പെടെ 16 കോടി 45 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. 2026 ഇതുവരെ തിയേറ്ററിലെത്തിയ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് പെദ്ദി എത്തിച്ചേർന്നിരിക്കുകയാണ്. രാം ചരൺ നായകനായി ബുജി ബാബു സർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 30 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 236 കോടി 7 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 31 കോടി 75 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ 6 കോടി 32, കേരളത്തിൽ 57 ലക്ഷം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 30 കോടി 83 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 305 കോടി 54 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് $5.35 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 52 കോടി 4 ലക്ഷം രൂപ. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 357 കോടി 58 ലക്ഷം രൂപയാണ്. പെദ്ദി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് കറുപ്പ് ആണ്. എന്നാൽ ഒഫീഷ്യൽ കണക്ക് പ്രകാരം ഈ സിനിമ 400 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ OTT റിലീസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 9 വ്യാഴാഴ്ച നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.